സിബി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സിബി. ഗുഡ് മോർണിംഗ് ശരത്ത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇത് ഇന്നിപ്പോൾ AKG ഭവനിൽ CPIMൻ്റെ പൊളിറ്റ് ബ്യൂറോയുണ്ട്. അതിനുശേഷം നാളെ മുതൽ കേന്ദ്ര കമ്മിറ്റി യോഗം ആരംഭിക്കാൻ പോകുന്നു. അൻവറിൻ്റെ ഈ വിഷയം, അതുമായി ബന്ധപ്പെട്ട സജീവമായ രാഷ്ട്രീയ പ്രതികരണങ്ങൾ വരുന്നൊരു ദിവസമായിരിക്കും ഇന്ന്. CPIMൻ്റെ കേരളത്തിൽ നിന്നുള്ള സമുന്നതരായ നേതാക്കളൊക്കെയും ദില്ലിയിൽ ഉള്ള സമയമാണ്. മുഖ്യമന്ത്രി മുതൽ ഇങ്ങോട്ടെല്ലാവരും, പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും എല്ലാം ദില്ലിയിലാണല്ലോ സിബി. തീർച്ചയായും ശരത്ത്, ഇന്നിപ്പോൾ ദില്ലിയിൽ CPIMൻ്റെ പൊളിറ്റ് ബ്യൂറോ യോഗം ആരംഭിക്കുകയാണ്. 29-30 തീയതികളിൽ CC യോഗവും നടക്കും. എന്തായാലും ഇതിനിടയിലാണ് ഇപ്പോൾ ഈ നേതാക്കന്മാർ ദില്ലിയിലേക്ക് വരുന്നതിനിടയിലാണ് PV അൻവറിൻ്റെ വാർത്താ സമ്മേളനം ഇന്നലെ വൈകിട്ട് നടന്നത്. ഏകദേശം 2 മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനമായിരുന്നു. എന്തായാലും ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് അവിടെ എത്തിയപ്പോൾ തന്നെ ഇതിലുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം ആരാഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് താൻ വിമാനത്തിലായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് തന്നെ വാർത്താ സമ്മേളനം കൃത്യമായി കേൾക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം ഒരു പ്രതികരണം ആ കാര്യത്തിൽ നടത്തുകയും ചെയ്തു. അദ്ദേഹം വിശദമായ കാര്യങ്ങൾ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ കാര്യങ്ങൾ നോക്കിയ ശേഷം ഇന്ന് കൃത്യമായി വിശദമായി പ്രതികരിക്കാമെന്ന് തന്നെയാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞ് മടങ്ങിയത്. എന്തായാലും അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും ഒരു വലതുപക്ഷ മാധ്യമങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ പോലും ഉന്നയിക്കാത്ത രീതിയിലുള്ള ഒരു നിലപാടുകളും ആരോപണവുമാണ് ഇന്നലെ PV അൻവർ ഉന്നയിച്ചത്. ഇത് ഈ വലതുപക്ഷ മാധ്യമങ്ങൾക്കും പ്രതിപക്ഷ പാർട്ടികൾക്കും ചെയ്യുന്നതുപോലെ പാർട്ടി വിരുദ്ധ നിലപാട്, ആ ഒരു വിരുദ്ധ ചേരിയുമായി ചേർന്നുകൊണ്ടുള്ള ഒരു പ്രസ്താവനകളാണ് PV അൻവർ നടത്തിയത്. അത് എന്തായാലും ഇക്കാര്യത്തിൽ വിശദമായി പരിശോധിച്ച ശേഷം പാർട്ടി ഇതിൽ നിലപാടുകൾ സ്വീകരിക്കും. എന്തായാലും ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് വിജയരാഘവനും ഇന്നലെ പ്രതികരിക്കുകയും ചെയ്തു. അങ്ങനെ നേതാക്കന്മാർ ഇന്നലെ തന്നെ പ്രതികരിച്ചിരുന്നു. ഇന്നും കൂടുതൽ പ്രതികരണം ഉണ്ടാവും. ഇന്നിപ്പോൾ ഗോവിന്ദൻ മാഷ് ഇന്നലെ തന്നെ പറഞ്ഞത് ഇന്ന് ഈ കാര്യത്തിൽ വിശദമായി പരിശോധിച്ച ശേഷം ഇതിൽ പ്രതികരണം ഉണ്ടാകുമെന്നുള്ളതാണ്. അതുമാത്രമല്ല മറ്റുള്ള PB അംഗങ്ങളും കേന്ദ്ര കമ്മിറ്റികളെല്ലാം നിലയും ദില്ലിയിൽ വരുന്നുണ്ട്. സ്വാഭാവികമായും അവരുടെ പ്രതികരണവും നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ കൃത്യമായി വിവരങ്ങൾ തേടിയ ശേഷം ഇന്ന് പ്രതികരിക്കാമെന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ ഇടതുപക്ഷ ഇതിനൊപ്പം തന്നെ ഈ കാര്യത്തിൽ പാർട്ടി വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. വിജയരാഘവൻ പറഞ്ഞത് ഇതിൽ പാർട്ടിയോട് ഒരു ഇടതുപക്ഷ MLA എന്ന നിലയിൽ പാർട്ടിയോട് അദ്ദേഹം കാര്യങ്ങൾ പറയേണ്ടായിരുന്നു. എന്തായാലും സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു ചിട്ടയായ പ്രകാരം നടപടിക്രമമായി സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട്. സർക്കാരിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമം അനുസരിച്ച് സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ PV അൻവർ ഇത്തരത്തിൽ ഒരു ഇടതുപക്ഷത്തിനെ ദുർബലപ്പെടുത്തുന്നതിൽ ഇടതുപക്ഷത്തിനെ സഹായിക്കാൻ വേണ്ടിയല്ല ഈ ഒരു ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഇതിൽ ആദ്യം ADGPക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു. പിന്നീട് അത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അത് മുഖ്യമന്ത്രിയിലേക്ക് തന്നെ, അല്ലെങ്കിൽ സർക്കാരിലേക്കും പാർട്ടിയിലേക്കും മുഖ്യമന്ത്രിക്കെതിരെ എല്ലാ നിലയും ആഞ്ഞടിക്കുന്ന രീതിയിലായിരുന്നു ഇന്നലെ PV അൻവറിൻ്റെ ഒരു വാർത്താ സമ്മേളനം നടന്നത്. സ്വാഭാവികമായും അത് വ്യക്തമായ ആസൂത്രണത്തോടെയാണ് എന്നുള്ളൊരു അത്തരത്തിലൊരു കാര്യം തന്നെയാണ് ഇത്തരത്തിൽ ഇന്നലെ CPM നേതാക്കൾ ഉന്നയിച്ചത്. സിബി പറഞ്ഞതുപോലെ തന്നെ ആ വാർത്താ സമ്മേളനത്തെ, ഇപ്പോൾ സിബി സൂചിപ്പിച്ചതുപോലെ അൻവറിൻ്റെ വാർത്താ സമ്മേളനങ്ങളെ, അതിലെ തന്നെ ഏറ്റവും അവസാനത്തെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തെ അടക്കം ഏറ്റവും വ്യക്തതയോടെ രാഷ്ട്രീയമായി വിലയിരുത്തി ജനങ്ങളോട് അതേക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നിലപാടിലേക്ക് കുറെ കൂടി കർക്കശമായ നിലയിലേക്ക് CPIM മാറുകയാണ്. ഇന്നിപ്പോൾ സിബി ദില്ലിയിൽ നിന്ന് രാവിലെ തന്ന വാർത്തയുടെ അല്ലെങ്കിൽ വിവരങ്ങളുടെ ഒരു പ്രാധാന്യം, ഇന്ന് കൂടുതൽ CPIM പ്രതികരണങ്ങൾ എല്ലാ മാധ്യമങ്ങളും സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നത് ദില്ലിയിൽ നിന്നാണ്. എല്ലാവരും, മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും വിജയരാഘവനും MA ബേബിയും അടക്കം പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾ അവിടെയുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാനത്തുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും അവിടെയുണ്ട്.